അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, അവർ എൻവയോൺമെൻ്റ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ഇൻ്ററാക്ഷൻസ് ദി ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന 8ാമത്തെ പാഠത്തിലാണ് നാം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ഇൻ്ററാക്ഷൻ ദി ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയനിൽ നമ്മൾ കുറച്ച് സൈഡേറ്റിങ്ങൾ പറഞ്ഞിരുന്നു. ആമസോൺ മഴക്കാടുകളെക്കുറിച്ചും അവിടെയുള്ള കാലാവസ്ഥയെക്കുറിച്ചും അവിടുത്തെ കാട്ടിലെ അവസ്ഥകളെക്കുറിച്ചും അവിടെയുള്ള മരങ്ങൾ, ജീവികൾ, മറ്റു മൃഗാദികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി നമുക്ക് പീപ്പിൾ ഓഫ് ദി റെയിൻ ഫോറസ്റ്റ് എന്ന സബ് ടൈറ്റിൽ നോക്കാം. അപ്പോൾ എടുക്കുന്ന പാഠങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. പരീക്ഷ അടുത്തു എന്നൊരു ബോധവും കൂടെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പീപ്പിൾ ഗ്രോ മോസ്റ്റ് ഓഫ് ദെയർ ഫുഡ് ഇൻ സ്മോൾ ഏരിയാസ് ആഫ്റ്റർ ക്ലിയറിങ് സം ട്രീസ് ഇൻ ദി ഫോറസ്റ്റ്. പീപ്പിൾ ജനങ്ങൾ വളർത്തുന്നു, അവർക്ക് ഓഫ് ദെയർ ഫുഡ് അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ വളർത്തുന്നു, നടുന്നു. ഇൻ സ്മോൾ ഏരിയ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ. എങ്ങനെ? ആഫ്റ്റർ ക്ലിയറിങ് സം ട്രീസ് ഇൻ ദി ഫോറസ്റ്റ്. കാട്ടിലുള്ള ചില ചെറിയ ചെറിയ മരങ്ങളും ചെടികളൊക്കെ മുറിച്ച് മാറ്റിക്കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് കാട്ടിൽ തന്നെ അവർ അവരുടെ കൃഷി നടുന്നു. അങ്ങനെ കൃഷി നട്ട് അവർ അവരുടെ ഭക്ഷണങ്ങൾ അതിലൂടെ അവർ സമ്പാദിക്കുന്നു. മനസ്സിലായല്ലോ? അവിടെയുള്ള കാടുകളൊക്കെ അവർ വെട്ടിമാറ്റി, അഥവാ ചെറിയ ചെറിയ കാടുകളൊക്കെ മാറ്റി ചെറിയ 2-3 മരങ്ങളൊക്കെ വെട്ടി അവിടെ എന്ത് ചെയ്യുന്നു? അവർ കൃഷി ചെയ്യുന്നു. While men hunt and fish along the river. അവിടെ ആണുങ്ങൾ എന്ത് ചെയ്യുന്നു? ഹണ്ട് ആൻഡ് ഫിഷ് അലോങ് ദി റിവർ. നദിയിലെ മത്സ്യങ്ങളെ അവർ വേട്ടയാടുന്നു. വുമൺ ടേക്ക് കെയർ ഓഫ് ദി ക്രോപ്സ്. സ്ത്രീകൾ അവർ നട്ട ധാന്യവിളകളെ സംരക്ഷിക്കുന്നു, അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു, അതിന് പരിചരണം നൽകുന്നു. ദേ മെയിൻലി ഗ്രോ. അവർ പ്രധാനമായും വളർത്തുന്നു എന്തൊക്കെ? താപ്പിയോക്ക എന്ന് പറഞ്ഞാൽ മരച്ചീനി, പിന്നെ പൈനാപ്പിൾ ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ മധുര കിഴങ്ങും പിന്നെ പൈനാപ്പിളൊക്കെ അവർ വളർത്തുന്നു, അവരുടെ പ്രധാന കൃഷികളാവുന്നു. സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ്. As hunting and fishing are uncertain, it is the women who keep their families alive by feeding them the vegetables they grow. അപ്പോൾ വേട്ടയ്ക്ക് പോയി അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോയി മീൻ കിട്ടുമോ, വേട്ട കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ എന്താണ് ഉറപ്പില്ലാത്ത കാരണത്താൽ ഇറ്റ് ഈസ് ദി വുമൺ, പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു? who keep their family alive. അവിടെയുള്ള അവരുടെ കുടുംബക്കാർക്ക് അവർ ഭക്ഷണം വെച്ച് കൊടുക്കുന്നു. ബൈ ഫീഡിങ് ദം ദി വെജിറ്റബിൾസ് ബൈ ദേ ഗ്രോ. അവർ വളർത്തുന്ന ആ കൃഷി ഉണ്ടല്ലോ, അവർ പരിചരണം നൽകുന്ന ആ കൃഷിയിൽ നിന്നും അവരുടെ ആ കൃഷിയിൽ നിന്നും അവർ ഭക്ഷണങ്ങൾ അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അവരുണ്ടാക്കുന്ന കൃഷിയിലൂടെ. ദേ പ്രാക്ടീസ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. അവർ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ത് ചെയ്യുന്നു? അവർ ചെയ്യുന്നു. എന്താണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്ലാഷ് ആൻഡ് ബേൺ ഈസ് എ വേ ഓഫ് കൾട്ടിവേറ്റിംഗ് ലാൻഡ് വേർ ഫാമേഴ്സ് ക്ലിയർ എ പീസ് ഓഫ് ലാൻഡ് ബൈ സ്ലാഷിംഗ് ഓർ കട്ടിംഗ് ഡൗൺ ട്രീസ് ആൻഡ് ബുഷസ്. അപ്പോൾ ഈ സ്ലാഷ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ അതൊരു കൃഷിയുടെ ഒരു ഇനമാകുന്നു. അത് കൾട്ടിവേറ്റിംഗ് ലാൻഡ്, ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയാവുന്നു. അവർ കൃഷി ചെയ്യുന്ന സ്ഥലം, അവർ കൃഷി ചെയ്യുന്ന ഇവിടെ ഫാമേഴ്സ് ക്ലിയർ എ പീസ് ഓഫ് ലാൻഡ്. അവർ ഒരു തുണ്ട് ഭൂമി എന്ത് ചെയ്യുന്നു? ആദ്യം വൃത്തിയാക്കുന്നു. എങ്ങനെ? ബൈ സ്ലാഷിംഗ് ആൻഡ് കട്ടിംഗ് ഡൗൺ ട്രീസ് ആൻഡ് ബുഷസ്. അവിടെയുള്ള കുറ്റിക്കാടുകളും മരങ്ങളൊക്കെ വെട്ടി മാറ്റിക്കൊണ്ട് അവർ അവിടെ കൃഷി ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ആദ്യം കുറച്ച് കുറ്റിക്കാടുകളും അല്ലെങ്കിൽ ചെറിയ 2 മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാകുന്നു. ആ മരങ്ങളൊക്കെ അവർ വെട്ടിമാറ്റിക്കൊണ്ട് അവിടെ കൃഷി ചെയ്യുന്നു. എന്നിട്ട് ദീസ് ആർ ദെൻ ബേൺഡ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ വെട്ടിമാറ്റിയ മരങ്ങളും കുറ്റിച്ചെടികളൊക്കെ അവർ കത്തിക്കുന്നു.
വിച്ച് റിലീസ് ദി ന്യൂട്രിയൻസ് ഇൻ ടു ദി സോയിൽ. എന്നിട്ട് അവിടെ ആ കത്തിച്ച ആ ന്യൂട്രിയൻസ് പോഷകങ്ങൾ എന്ത് ചെയ്യുന്നു, മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നു. ആ മരങ്ങളൊക്കെ കത്തിച്ച് അതിലെ പോഷകങ്ങൾ അതിലുള്ള പോഷകങ്ങൾ എന്ത് ചെയ്യുന്നു, മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അങ്ങനെ നൗ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ദിസ് ക്ലിയർഡ് ഫീൽഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. കുറച്ച് വർഷം മനസ്സിലായോ, അവരെന്ത് ചെയ്യുന്നു, ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇവിടെ ധാന്യങ്ങൾ വിളയുന്നു. അങ്ങനെ ആഫ്റ്റർ റിപ്പീറ്റഡ്ലി യൂസിങ് ദി പാച്ച് ഓഫ് ലാൻഡ് ദി സോയിൽ ലൂസസ് ഇറ്റ്സ് ന്യൂട്രിയൻസ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ആവർത്തിച്ച് അവിടെ കൃഷി ചെയ്ത് അവർ വൃത്തിയാക്കി ആ തുണ്ടിൽ ആ സ്ഥലത്ത് ആ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു, തുണ്ട് ഭൂമിയിൽ ആവർത്തിച്ച് കുറേ തവണ ഇങ്ങനെ കൃഷി ചെയ്താൽ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുമ്പോൾ ദി സോയിൽ ലൂസസ് ഇറ്റ്സ് ന്യൂട്രിയൻ. ആ മണ്ണിൽ എന്ത് ചെയ്യുന്നു, പോഷകങ്ങൾ ഇല്ലാതാവുന്നു. കാരണം അവിടെയുള്ള അവർ നട്ട ധാന്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ മണ്ണിലെ പോഷകങ്ങളൊക്കെ വലിച്ചൂറ്റി വിളകളാവുന്നു. ആ വിളകൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ വിളകളായാൽ അവിടെയുള്ള പോഷകങ്ങൾ എന്ത് ചെയ്യുന്നു, ഇല്ലാതാവുന്നു. ആ മണ്ണിലെ പോഷകങ്ങൾ ഇല്ലാതാവുന്നു. സോ ഇറ്റ് ഈസ് അബണ്ടൻറ്റ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ആ ഭൂമി അവർ ഒഴിവാക്കുന്നു. ദെൻ ദേ ക്ലിയർ അനദർ പ്ലോട്ട് ഓഫ് ലാൻഡ് ടു പ്ലാന്റ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു തുണ്ട് ഭൂമി എന്ത് ചെയ്യുന്നു, അവർ വൃത്തിയാക്കിയെടുക്കുന്നു. ഇൻ ദി മീൻ ടൈം, ഈ സമയം യങ് ട്രീസ് ഗ്രോ ഇൻ ദി ഓൾഡ് ഫീൽഡ്. അവിടെ എന്ത് ചെയ്യുന്നു, അവർ നട്ട അല്ലെങ്കിൽ അവിടെ പുതിയ ചെടികളൊക്കെ അവിടെ മുളക്കുന്നു. അവരാദ്യം കത്തിച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ പുതിയ ചെടികൾ എന്ത് ചെയ്യുന്നു, മുളക്കുന്നു. ഇൻ ദിസ് വേ സോയിൽ ഫെർട്ടിലിറ്റി ഈസ് റീസ്റ്റോർഡ്. അവിടെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ചെടികളൊക്കെ മുളച്ച് അവിടെ മണ്ണ് ഫലപുഷ്ടമാകുന്നു. പീപ്പിൾ ക്യാൻ ദെൻ റിട്ടേൺ ടു ഇറ്റ്. അങ്ങനെ ജനങ്ങൾക്ക് അവിടെ പോയിട്ട് വീണ്ടും കൃഷി ചെയ്യാം. ആൻഡ് സ്റ്റാർട്ട് കൾട്ടിവേറ്റിംഗ് ഇറ്റ് അഗെയിൻ. അവിടെയുള്ള ആ തുണ്ട് ഭൂമിയെ വീണ്ടും അവർക്ക് കൃഷി ഇറക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഏത് സ്ലാഷ് ആൻഡ് ബേൺ. സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി അവർ ചുരുക്കത്തിൽ ഒരു ഭൂമി എടുക്കുന്നു, ആ ഭൂമി അവർ വൃത്തിയാക്കുന്നു, അവിടെ കത്തിക്കുന്നു, ആ ചാമ്പൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്നു, എന്നിട്ട് അവിടെ കൃഷി ഇറക്കുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, അതിലെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടാൽ ഒരടുത്ത ഭൂമിയിലേക്ക് പോകുന്നു. ഇതാണ് ഏത് സ്ലാഷ് ആൻഡ് ബേൺ. ഇനി നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ അവരവിടെ കൃഷി ഇറക്കും. അങ്ങനെ സ്റ്റാപ്പിൾ ഫുഡ് ഈസ് മാനിയോക്ക്. അവിടെയുള്ള പ്രധാന സ്റ്റാപ്പിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ മുഖ്യാഹാരം, പ്രധാനപ്പെട്ട അവരുടെ ഭക്ഷണം എന്താവുന്നു, കപ്പയാകുന്നു. ആൾസോ നൗൺ ആസ് കസാവ. അതെന്ത് ചെയ്യുന്നു, കസാവ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ടാപ്പിയോക്ക, മാനിയോക്ക് ആൻഡ് കസാവ, മനസ്സിലായോ? ഇതൊക്കെ കപ്പയുടെ പേരുകളാവും. ദാറ്റ് ഗ്രോ അണ്ടർ ദി ഗ്രൗണ്ട്. അവരെന്ത് ചെയ്യുന്നു, മണ്ണിൻ്റെ അടിയിൽ എന്ത് ചെയ്യുന്നു, വളരുന്നു. കപ്പയൊക്കെ മണ്ണിൻ്റെ അടിയിലല്ല ഉണ്ട്, മേലെയല്ലല്ലോ. ലൈക്ക് ദി പൊട്ടാറ്റോ പോലെ തന്നെ അതെന്ത് ചെയ്യുന്നു, മണ്ണിൻ്റെ അടിയിൽ തന്നെ വളരുന്നു. ദേ ആൾസോ ഈറ്റ് ക്യൂൻ ആൻസ് ആൻഡ് എഗ് സാക്സ്. അവരെന്ത് ചെയ്യുന്നു, ക്യൂൻ ആൻഡ് വലിയ ഉറുമ്പുകളെ അവർ ഭക്ഷിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, എക്സാക്റ്റുകളെയും അവർ ഭക്ഷിക്കുന്നു. എക്സാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ചിത്രം ഉണ്ടല്ലോ, ഈ മുട്ടകൾ 8 കാലിൻ്റെയൊക്കെ മുട്ട ഉണ്ടല്ലോ, അതിനകത്ത് എന്താ പറയുക, എക്സാക്റ്റ് എന്ന് പറയും. ഈ ചിത്രത്തിൽ കാണുന്ന സാധനം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ഭക്ഷിക്കുന്നു. Cash crops like coffee, maize and cocoa are also grown. അപ്പോൾ നാണ്യവിളകൾ എന്ത് ചെയ്യുന്നു, കോഫി, മൈസ്, ചോള, കൊക്കോ, അതൊക്കെ എന്ത് ചെയ്യുന്നു, അവർ വളർത്തുന്നു. പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്രൊവൈഡ് എ ലോട്ട് ഓഫ് വുഡ് ഫോർ ഹൗസ്. വീടുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, അവർ ധാരാളം മരങ്ങൾ നൽകുന്നു. റെയിൻ ഫോറസ്റ്റുകളിൽ ധാരാളം മരങ്ങൾ ലഭ്യമാവുന്നു വീടുകൾക്ക് വേണ്ട. സം ഫാമിലീസ് ലൈവ് ഇൻ ടാച്ച്ഡ് റോഫ്സ്. അവരെന്ത് ചെയ്യുന്നു, ഓലമേന. ടാച്ച്ഡ് നമ്മൾ ബ്രിങ്ങിങ് അപ്കാരി എന്ന പാഠത്തിൽ പഠിച്ച പാടാണ്. അപ്പോൾ അങ്ങനെ ഓലമേന വീടുകളിൽ ചില കുടുംബക്കാർ താമസിക്കുന്നു. ഷേപ്പ്ഡ്, അതെന്ത് ചെയ്യുന്നു, രൂപപ്പെടുന്നു. അതിൻ്റെ രൂപം എങ്ങനെയാണ്, ലൈക്ക് ബീ ഹൈവ്സ്, തേനീച്ചയുടെ കൂട് പോലെയുള്ള ഒരു വീടാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായി? തേനീച്ചയുടെ കൂട്, ബിഹേവ്സ്. ദർ ആർ അതർ ലാർജ് അപ്പാർട്ട്മെൻറ്റ്. അവിടെ എന്ത് ചെയ്യുന്നു, വലിയ വീടുകളൊക്കെ ഉണ്ട്. ലൈക്ക് ഹൗസസ് കോൾഡ് മലോക്ക എന്ന പേരിൽ വിളിക്കപ്പെടുന്ന വലിയ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ അവിടെ ഉണ്ട്, ലഭ്യമാണ്. വിത്ത് എ സ്റ്റീപ്ലി സ്ലാൻഡിങ് റൂഫ്.
വളരെ ചെങ്കുത്തായ എന്ന് പറഞ്ഞാൽ വളരെ കുത്തനെയുള്ള, മനസ്സിലായ, സ്റ്റീപ്ലി എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ, സ്ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ചെരിവ്. അപ്പോൾ ചെങ്കുത്തായ നേരെ കുത്തനെയുള്ള ചെരിഞ്ഞ വലിയ വലിയ മലോക്ക എന്ന പേരിൽ വിളിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളൊക്കെ അവിടെ ലഭ്യമാണ്. ആ മലോക്കയുടെ ചിത്രം ഇവിടെ ചൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഏത് മലോക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈഫ് ഓഫ് പീപ്പിൾ ഓഫ് ആമസോൺ ബേസിൻ ഈസ് സ്ലോലി ചേഞ്ചിങ്. ആമസോൺ കാടുകളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതശൈലി എന്ത് ചെയ്യുന്നു, അത് ഇങ്ങനെ സ്ലോലി പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇൻ ദി ഓൾഡർ ഡേയ്സ് ദി ഹാർട്ട് ഓഫ് ഫോറസ്റ്റ് കുഡ് ബി റീച്ച്ഡ് ഓൺലി ബൈ നാവിഗേറ്റിംഗ് ദി റിവർ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ, മനസ്സിലായോ, പണ്ട് നേരത്തെ ഹേർട്ട് ഓഫ് ദി ഫോറസ്റ്റ്, ആ കാടിൻ്റെ മധ്യഭാഗത്ത്, മനസ്സിലായോ, കാടിൻ്റെ സൈഡിലല്ല. ഹേർട്ട് എന്ന് പറഞ്ഞാൽ നടുഭാഗം, മനസ്സിലായോ. അപ്പോൾ കാടിൻ്റെ നടുഭാഗത്ത് എത്തൽ കുഡ് ബി റീച്ച്ഡ്, അത് എത്താൻ സാധ്യമാകും ഓൺലി ബൈ നാവിഗേറ്റിംഗ് ദി റിവർ, അവിടെയുള്ള ആ പുഴയിലൂടെ ജലഗതാഗതത്തിലൂടെ മാത്രമായിരുന്നു, പുഴയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് മാത്രമായിരുന്നു നമുക്ക് ആമസോൺ മഴക്കാടുകളുടെ ഹൃദയഭാഗത്ത് നമുക്ക് എത്താൻ സാധിക്കൂ. പക്ഷേ ഇൻ 1970 ദി ട്രാൻസ് ആമസോൺ ഹൈവേ മെയ്ഡ് ഓൾ പാർട്ട് ഓഫ് റെയിൻ ഫോറസ്റ്റ് അക്സസിബിൾ. മനസ്സിലായോ. അപ്പോൾ 1970 ട്രാൻസ് ആമസോൺ ഹൈവേ ഉണ്ടായി. അതെന്ത് ചെയ്തു, മെയ്ഡ് ഓൾ പാർട്സ് ഓഫ് റെയിൻ ഫോറസ്റ്റ് അക്സസിബിൾ. അപ്പോൾ അവിടെയുള്ള മഴക്കാടുകളിലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്താൻ സാധ്യമായി. മനസ്സിലായോ, നമുക്ക് എത്താൻ സാധ്യമായി. എന്തുകൊണ്ട്? ഈ ട്രാൻസ് ആമസോൺ ഹൈവേ എന്നുള്ള ഹൈവേ ഒന്നല്ലോ, ദേശീയപാത. ആ ദേശീയ ഹൈവേ കൊണ്ട് നമുക്ക് ആമസോൺ മഴക്കാടുകളിലെ ഏത് ഭാഗത്തേക്കും നമുക്ക് എത്താനായി. പണ്ട് കാലത്ത് എന്തായിരുന്നു, നമുക്കവിടെ എത്തണമെങ്കിൽ റോഡ് മാർഗമില്ല. അപ്പോൾ 1970 മുമ്പ് ഇവിടെ എത്തണമെങ്കിൽ നമുക്ക് ജലാശയങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു. മനസ്സിലായോ. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ജീവിതശൈലിയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. എയർക്രാഫ്റ്റ്സ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് ആർ ആൾസോ യൂസ്ഡ് ഫോർ റീച്ചിങ് വാരിയസ് പ്ലേസസ്. വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് എത്താൻ എന്ത് ചെയ്തു, ഉപയോഗിക്കപ്പെട്ടിരുന്നു. എന്തൊക്കെ? എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മനസ്സിലായോ. പണ്ട് അങ്ങനെയൊന്നുമില്ല. പണ്ട് എന്ത് മാത്രമേ ഉള്ളൂ, ജലഗതാഗതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഹെലികോപ്റ്ററും എയർക്രാഫ്റ്റ്സൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ദി indigenous population was pushed out from area and forced to settle in new areas where they continued to practice their distinctive way of farming. അപ്പോൾ ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ സ്വദേശികളായ, അപ്പോൾ ആ നാട്ടിലെ ജനത വാസ് പുഷ്ഡ്, അവർ ഔട്ട് ഫ്രം ദി ഏരിയ. മനസ്സിലായോ. അവർ ഒരു സ്ഥലത്ത് നിന്നും അവരെ പുറന്തള്ളപ്പെടുന്നു. മനസ്സിലായോ. അവിടെ എന്ത് കാരണം, ധാരാളം പോപ്പുലേഷൻ അധികരിച്ച് വരുന്നു. അപ്പോൾ അവിടെ താമസിക്കുന്നവരെന്ത് ചെയ്യുന്നു, മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴിവാക്കുന്നു. ആൻഡ് ഫോഴ്സ്ഡ്, അവരെന്ത് ചെയ്യുന്നു, സമ്മർദ്ദം ചെലുത്തപ്പെടുന്നു. ടു സെറ്റിൽ, താമസിക്കാൻ. ഇൻ എ ന്യൂ ഏരിയ, പുതിയ സ്ഥലങ്ങളിൽ താമസിക്കാൻ അവർക്ക് സമ്മർദ്ദം ചെലുത്തപ്പെടുന്നു, നിർബന്ധിക്കപ്പെടുന്നു. എങ്ങനത്തെ സ്ഥലങ്ങൾ? വേർ ദേ കണ്ടിന്യൂ ടു പ്രാക്ടീസ് ദെയർ ഡിസ്റ്റിങ്റ്റീവ് വേ ഓഫ് ഫാമിംഗ്. വ്യത്യസ്തമായ പ്രത്യേകതരം കൃഷി ചെയ്ത് വരുന്ന പുതിയ സ്ഥലങ്ങൾ. ആ പുതിയ സ്ഥലങ്ങളിലേക്ക് അവർ താമസിക്കാൻ നിർബന്ധിതരാകുന്നു. മനസ്സിലായോ. ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതശൈലി എന്ത് ചെയ്യുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. ദി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആർ ലീഡിങ് ടു ഗ്രാജുവൽ ഡിസ്ട്രക്ഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സ് റെയിൻ ഫോറസ്റ്റ്സ്. അപ്പോൾ അവിടെ പുരോഗതി ഉണ്ടാകുന്ന പ്രവൃത്തികൾ, മനസ്സിലായോ, അതോ പുരോഗമന പ്രവൃത്തികൾ, ആർ ലീഡിങ്, അത് നയിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന പുരോഗമന പ്രവൃത്തികൾ, പുരോഗതികൾ, ഡെവലപ്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. ടു ഗ്രാജുവൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദി ബയോളജിക്കലി ഡൈവേഴ്സ് ദി ഫോറസ്റ്റ്. അവിടെയുള്ള മഴക്കാടുകളെ ഇത് ജീവശാസ്ത്രപരമായി വ്യത്യസ്തമായ ധാരാളം ജീവശാസ്ത്രങ്ങളുള്ള, മനസ്സിലായ, ജീവങ്ങളുള്ള ആ മഴക്കാടുകളെ നശിപ്പിക്കുന്നതിലേക്ക് അവിടെയുള്ള പുരോഗമനം നയിക്കുന്നു. ഓരോരോ ഡെവലപ്മെൻറ്റുകളും വരുമ്പോൾ അവിടെയുള്ള ജീവികൾക്ക് അതെന്ത് ചെയ്യുന്നു,
നാശമുണ്ടാക്കുന്നു, വംശനാശ ഭീഷണികളൊക്കെ നേരിടുന്നു. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്, കണക്കാക്കപ്പെടുന്നു, ദാറ്റ് എന്തെന്നാൽ എ ലാർജ് നമ്പർ ഓഫ് ദി റെയിൻ ഫോറസ്റ്റ് ഹാസ് ബീൻ ഡിസപ്പിയറിങ്, അതെന്ത് ചെയ്യുന്നു, വലിയ വലിയ മഴക്കാടുകളുടെ, മനസ്സിലായോ, വലിയ വലിയ സ്ഥലങ്ങൾ ഓഫ് റെയിൻ ഫോറസ്റ്റ്, മഴക്കാടുകളുടെ വലിയ വലിയമായ സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്രത്യക്ഷമാവുന്നു, ഡിസപ്പിയർ ആവുന്നു. ആനുവലി, വാർഷികമായി, വർഷം വർഷം കണക്കെടുക്കുമ്പോൾ അവിടെയുള്ള മഴക്കാടുകളൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഇൻ ദി ആമസോൺ ബേസിൻ, ആമസോൺ നദീതട പ്രദേശങ്ങളിൽ ഈ കാടുകളൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. യു ക്യാൻ സീ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദാറ്റ് ദിസ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഫോറസ്റ്റ് ഹാസ് മച്ച് വൈഡർ ഇംപ്ലിക്കേഷൻസ്, നിങ്ങൾക്ക് കാണാം എന്ത്, ഇവിടെയുള്ള മഴക്കാടുകളുടെ നശീകരണം ഹാസ് വൈഡർ ഇംപ്ലിക്കേഷൻ, അതെന്ത് ചെയ്യുന്നു, വലിയ വലിയ സൂചനകൾ നമുക്ക് നൽകുന്നു. ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ താഴെയുള്ള ചിത്രത്തിൽ കുറച്ച് മഴക്കാടുകൾ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്തു, നടുവിലത്തേക്ക് എത്തി നോക്കുമ്പോൾ കുറച്ച് വീടുകളൊക്കെ വന്നു, മനസ്സിലായോ, വീടുകളൊക്കെ വന്നു. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ആ വീടുകളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി കുറച്ച് മഴക്കാടുകൾ വെട്ടിമാറ്റി. പിന്നെ എന്ത് ചെയ്തു, അവിടെ കുറേ റോഡുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, മറ്റു കാടുകളൊക്കെ വെട്ടിമാറ്റുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതാണ് ഏത്, ഡിസ്ട്രക്ഷൻ ഓഫ് റെയിൻ ഫോറസ്റ്റ്, ഈ മഴക്കാടുകളുടെ ഈ നശീകരണം ഇതാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ദി ടോപ്പ് സോയിൽ ഈസ് വാഷ്ഡ് അവേ, അവിടെയുള്ള മേൽമണ്ണ് എന്ത് ചെയ്യുന്നു, അത് നീങ്ങുന്നു. ആസ് ദി റെയിൻ ഫാൾ ആൻഡ് ദി ലഷ് ഫോറസ്റ്റ് ടേൺ ഇൻ ടു എ ബാരൻ ലാൻഡ്സ്കേപ്പ്, അങ്ങനെ അവിടെയുള്ള മേൽമണ്ണ് എന്ത് ചെയ്യുന്നു, അത് ഒഴുകിപ്പോകുന്നു. എപ്പോൾ റെയിൻസ് ഫാൾ, മഴ പെയ്യുമ്പോൾ അവിടെയുള്ള മേൽമണ്ണ്, മേലെയുള്ള മണ്ണുകളൊക്കെ എന്ത് ചെയ്യുന്നു, അത് ഒഴുകിപ്പോകുന്നു വെള്ളത്തോടൊപ്പം. അങ്ങനെ ദി ലഷ് ഫോറസ്റ്റ് ടേൺസ്, സമൃദ്ധമായ, ലഷ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ കാടുകൾ, ടേൺസ് അത് മാറുന്നു, എന്തിലേക്ക്, ഇൻടു എ ബാർഹൺ ലാൻഡ്സ്കേപ്പ്, വിളയാത്ത ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് അതെന്ത് ചെയ്യുന്നു, മാറുന്നു, മനസ്സിലായ. ബാരൻ എന്ന് പറഞ്ഞാൽ ഈ വിളയാത്ത, കൂടുതൽ ഫലങ്ങളൊന്നും നൽകാത്ത തരിശുഭൂമികളായി നമ്മുടെ സമൃദ്ധമായ കാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്ത്, നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ ഇത് മണ്ണൊലിപ്പുണ്ടാകുമ്പോൾ അവിടെയുള്ള ഫലപുഷ്ടമായ മണ്ണുകൾ ഒലിച്ചു പോകുന്നു. അപ്പോൾ അവിടെ കാടുകളൊന്നും വളരില്ല, മരങ്ങളൊന്നും വളരില്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, തരിശു ഭൂമികളായി മാറുന്നു, മനസ്സിലായല്ലോ. അപ്പോൾ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.